നമ്മൾ ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്ഥലത്ത് നിന്ന് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോഴൊക്കെ നമ്മൾ എന്താണ് മൊബൈൽ ഫോണിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണുന്നത് പോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നവർക്കും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ പ്രൈവസിയെ ബാധിക്കുന്ന പ്രശ്നമാണ്. നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് മറ്റുള്ളവർ കാണാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മറ്റുള്ളവർ കാണാൻ സാധ്യതയുണ്ട്. നമുക്ക് കാണുന്നത് പോലെ തന്നെ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ നമ്മുടെ മൊബൈൽ ഫോൺ നമുക്ക് മാത്രം മനസ്സിലാകുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനായിട്ട് ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞു തരാം. ആദ്യമേ ഓർമ്മപ്പെടുത്തുന്നു, ഈ ഒരു ആപ്ലിക്കേഷനിൽ ഒരുപാട് പരസ്യങ്ങളുണ്ടാവും. അപ്പോൾ പരസ്യങ്ങൾ തടയാനുള്ള ഒരു ഓപ്ഷൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണും, സ്കിപ്പ് ചെയ്യരുത്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് യൂട്യൂബ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. ഫേസ്ബുക്ക് ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ QR കോഡാണ് ഉണ്ടാകുക. ആ QR കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോയുടെ അവസാനം എങ്ങനെയാണ് QR കോഡ് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷനാണ് വരിക. നിങ്ങളിവിടെ അലോ എന്ന് പറയുന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീൻ ഹൈഡ് വിത്ത് ഓവർലി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. എന്നിട്ട് അതർ പെർമിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അതിൻ്റെ ആരോ മാർക്കിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഈ രണ്ട് ഓപ്ഷനും നിങ്ങളൊന്ന് അലോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് ഡിസ്പ്ലേയുടെ മുകളിൽ വർക്ക് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും അലോ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പിറകോട്ടേക്ക് വരിക. അപ്പോൾ ഇതുപോലെ ഓട്ടോ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് ഇതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഓട്ടോ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് പോകും. ഇതിനകത്ത് നിന്ന് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കണം. ഇവിടെ ഈ ആപ്ലിക്കേഷൻ ഉണ്ട്. ജസ്റ്റ് അതിൻ്റെ ബട്ടൺ ഓൺ ചെയ്ത് കൊടുക്കുന്നതോടെ പെർമിഷൻ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരാം. ജസ്റ്റ് ഇവിടെ നിങ്ങൾക്കൊരു ബട്ടൺ കാണാം. ആ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ ഇതുപോലെ ഒരു ഓപ്ഷൻ വരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീൻ സൈസ് എന്ന് കാണാം, അതുപോലെ തന്നെ ഓപ്പാസിറ്റി എന്ന് കാണാം, അതുപോലെ തന്നെ 3 ടൂളുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഞാനിത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് എക്സാമ്പിൾ വാട്സപ്പിനകത്ത് കാണിച്ചു തരാം. അതിന് മുന്നേ ആപ്ലിക്കേഷൻ്റെ ഉപയോഗം ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ സ്ക്രീൻ സൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം സ്ക്രീനിൻ്റെ സൈസ് വലുതാകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇത് എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാൻ പറ്റും. ഇനി ഓപ്പാസിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓപ്പോസിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം അത് ഡാർക്കും ലൈറ്റും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ബട്ടൺ കാണാൻ സാധിക്കുന്നതാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ആപ്ലിക്കേഷൻ മിനിമൈസ് ആയിട്ട് ഇതുപോലെ കിട്ടും. നമുക്ക് ആപ്ലിക്കേഷൻ വീണ്ടും വേണമെന്ന സമയത്ത് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഞാൻ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ വാട്സപ്പ് ചാറ്റിൽ ഇതൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് വാട്സപ്പൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് മുകളിൽ ഫോൺ നമ്പറൊക്കെ കാണിക്കാറില്ലേ, അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ വീഡിയോ എങ്ങനെയായാലും നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് അവിടെ വെച്ച് കൊടുത്തിട്ട് ഇനി സ്ക്രീൻ സൈസ് മാറ്റണമെങ്കിൽ ഈ മുകളിലത്തെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. എത്ര വരെ മറയണം അതിനനുസരിച്ചും മറക്കാം. പക്ഷേ നമുക്ക് എഴുത്തൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഓപ്പോസിറ്റി ഇതുപോലെ കൂട്ടി കൊടുക്കുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ട് മറയും. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മറയണം, എത്രത്തോളം അത് ഡാർക്ക് ആക്കണം, അതൊക്കെ ഓപ്പോസിറ്റിയും സൈസും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്ത് മറക്കാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം ഓപ്പൺ ചെയ്തിട്ട് അവിടുന്ന് മാത്രം നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും കാണാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ മെസ്സേജൊക്കെ അയച്ചിട്ട് അവർ റിപ്ലൈ അയക്കുന്ന സമയത്ത് ജസ്റ്റ് ഈ ഓപ്പോസിറ്റി ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വായിക്കാൻ പറ്റും, വീണ്ടും മറക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കൈ കൊണ്ടൊന്നും ഫോൺ മറക്കേണ്ട ആവശ്യമില്ല മറ്റുള്ള ആൾ കാണാതിരിക്കാൻ. അപ്പോൾ സ്ക്രീനിലുള്ള പല കാര്യങ്ങളും മറക്കാൻ നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മിനിമൈസ് ആകും. അപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന സമയത്ത് അത് ക്ലിക്ക് ചെയ്തിട്ട് തന്നെ ഉപയോഗിച്ചാൽ മതി. ഇനി ആപ്ലിക്കേഷൻ എക്സിറ്റ് പോകാൻ ഇവിടെ എക്സിറ്റ് ബട്ടൺ ഉണ്ട്, അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഈ ആപ്ലിക്കേഷനിൽ പരസ്യം വരാതിരിക്കാൻ നമ്മൾ സെറ്റിംഗ്സിനകത്ത് പോയിട്ട് ഇതിൻ്റെ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അത് എല്ലാ ഫോണിലും ഇല്ല, സാംസങ് ഫോണിൽ ഉണ്ടാവില്ല. ബാക്കി ഒരുവിധം എല്ലാ കമ്പനികളുടെ ഫോണിലും ഈ ഓപ്ഷൻ ഉണ്ട്. കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നേ ഉള്ളൂ. എങ്കിലും ഞാനൊരു എക്സാമ്പിൾ ഇതിൽ കാണിച്ചു തരാം. നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആപ്പ് മാനേജർ ഉണ്ടല്ലോ അത് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് നിന്ന് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മൊബൈൽ ഡാറ്റയൊക്കെ ഉപയോഗിക്കുന്നതിന് കണക്ഷൻ മെത്തേഡ് എന്നാണ് ഇതിലുള്ളത്. ചിലതിൽ ഡാറ്റ യൂസേജ് അല്ലെങ്കിൽ ഡാറ്റ എന്നൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് വൈഫൈയും മൊബൈൽ ഡാറ്റയൊക്കെ ഉപയോഗിക്കുന്നത് ഒഴിവാക്കി കൊടുക്കുക. അതോടെ അതിൽ പരസ്യങ്ങൾ കാണിക്കില്ല. കാരണം ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ പരസ്യം കാണിക്കാൻ സാധിക്കും. ചില ഫോണുകളിൽ ഡാറ്റ യൂസേജിനകത്താണ് ഉണ്ടാകുക. അപ്പോൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ഡാറ്റ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഡാറ്റ യൂസേജിൻ്റെ ഓപ്ഷൻ കിട്ടും. അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റയും വൈഫൈയും ഒക്കെ ഓഫ് ചെയ്യേണ്ട ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ജസ്റ്റ് ഡാറ്റ യൂസേജിൻ്റെ ഓപ്ഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പരസ്യങ്ങളില്ലാതെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഈ QR കോഡ് ഉപയോഗിച്ച് ഈ വെബ്സൈറ്റിൽ വന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവർ ആദ്യം ഈ QR കോഡ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. അല്ലെങ്കിൽ ഇതേ QR കോഡ് തന്നെ ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിലുണ്ട്, അത് ഗാലറിയിലേക്ക് സേവ് ചെയ്താൽ മതി.
ശേഷം നിങ്ങളുടെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഗൂഗിളിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകുക. അപ്പോൾ ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൽ നിങ്ങൾക്ക് വലതുഭാഗത്തായിട്ട് ഒരു ക്യാമറയുടെ ഐക്കൺ കാണാം. ആ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ക്യാമറയും ഗാലറിയും ഓപ്പൺ ആകുന്നതാണ്. ഇനി സ്ക്രീൻഷോട്ട് എടുത്തതോ സേവ് ചെയ്തെടുത്തതോ ആയിട്ടുള്ള QR കോഡ് ഇതുപോലെ സെലക്ട് ചെയ്താൽ നടുവിലായി ലിങ്ക് കാണാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പുതിയൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും. ഈ വെബ്സൈറ്റ് ലഭിച്ചാൽ വളരെ സാവധാനത്തിൽ 10 സെക്കൻഡുകളെടുത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ദി ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.